BJP ഭരണത്തിലെത്തുന്നതിന് പിന്നിൽ RSSന്റെ ചിട്ടയായ പ്രവർത്തനം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ RSS ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ RSSന്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ നടത്താത്തത് കൊണ്ടാണോ? അതോ BJPയുടെ പ്രവർത്തനം വേണ്ട രീതിയിൽ നടക്കാത്തത് കൊണ്ടാണോ? ഒരു കൃത്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ വൈകിയതിനു പിന്നിൽ? ഒരിക്കലും അല്ല. അത് കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലെ പോലെ ബി ജെ പിക്ക് ഇവിടെ നിലയുറപ്പിക്കാൻ പറ്റാത്തതെന്നുള്ളത്. അതിന് ചില റീസൺസ് ഞാൻ പറഞ്ഞിരുന്നു. അത് ഒന്ന്, നമ്മൾ രണ്ട് പ്രബലമായ മുന്നണികൾ നിൽക്കുന്നു. പിന്നെ മൈനോറിറ്റി സൊസൈറ്റികളിൽ അവരുടെ നമ്പർ വളരെ കൂടുതലായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർ സാധാരണ ഗതിയിൽ ബി ജെ പി ഒരു ഭയത്തോടുകൂടി കാണുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും അവരുള്ളിൻ്റെ ഉള്ളിലൊരു സൈക്കോളജിക്കലായിട്ട് അങ്ങനെ സബ് കോൺഷ്യസുമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ആ ഒരു കാര്യം. അപ്പോൾ ഒരു പിന്നെ രണ്ട് മുന്നണികൾ നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നുള്ള ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു, ഇനി വീണ്ടും പറഞ്ഞത് ക്ലീഷയാവണ്ട. അപ്പോൾ രണ്ട് മുന്നണി നിൽക്കുമ്പോൾ മൂന്നാമതൊരു മുന്നണി എന്തിനാ? പിന്നെ ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ചിന്തയുണ്ട്. അപ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ 84 ഡിസംബറിൽ ഫസ്റ്റ് ബി ജെ പി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭ ഇലക്ഷൻ 84 അന്ന് ബി ജെ പിക്ക് 2 സീറ്റാണ് കിട്ടിയത്. അവരുടെ പേര് പോലും നമുക്ക് ഓർക്കത്തക്ക പ്രാധാന്യമുള്ളവരല്ല. പ്രാധാന്യം ഉണ്ടാകും അവരുടെ സ്ഥലങ്ങളിൽ. ഒരാൾ ആന്ധ്രാപ്രദേശിൽ തോൽപ്പിച്ചത് നരസിംഹറാവുവിനായിരുന്നു. പലർക്കും അറിയാത്തൊരു സംഭവം. നരസിംഹറാവു ആ പ്രാവശ്യം മഹാരാഷ്ട്രയിൽ നിന്നും കൂടി കണ്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഹീ കുഡ് എൻ്റർ ലോക്സഭ, അല്ലെങ്കിൽ അദ്ദേഹം ലോക്സഭയിൽ നിന്ന് കയറില്ലായിരുന്നു. പിന്നെ ഒരാൾ ഗുജറാത്തിൽ നിന്നായിരുന്നു. ഈ രണ്ടുപേരും മരിച്ചതായിട്ടൊക്കെ പത്രത്തിൽ വെച്ചിരുന്നു. അടൽജി തോറ്റുപോയി, വാജ്പേയി തോറ്റുപോയി ഗോളിയറിൽ ആ 2 സീറ്റ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ അന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചില ക്ലോസ് റിലേറ്റീവ്സ് അവരൊക്കെ ബി ജെ പി അനുഭാവികൾ, RSS അനുഭാവികളൊക്കെയാണ്. അവർ ഹിന്ദുത്വം ഒക്കെ ഉണ്ട് അവർക്ക്. അല്ലേ, ഞാനിപ്പോൾ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കാൻ പറയാം, അതിലും തോമസ് മാഷ് ജയിക്കുമെന്ന് വെച്ചാൽ ഉറപ്പാണ്. ഈ പ്രാവശ്യം ഞാൻ തോമസ് മാഷ് വോട്ട്, ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കൊക്കെ വ്യത്യാസം വരും, അപ്പോൾ താമരയ്ക്ക് ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. ഇന്ന് അവരൊക്കെ ശക്തമായിട്ട് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അത്യാവശ്യം അവരുടെ കപ്പാസിറ്റിയുള്ള ക്യാമ്പയിൻ, ഡോർ ടു ഡോർ അല്ല, ഫ്രണ്ട്സിനോട് പറയുക, റിലേറ്റീവ്സിനോട്, അങ്ങനെ ചെയ്യുന്ന ആ ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് കേരളത്തിൽ കുറച്ച് വൈകിയാണ് അത് വന്നത്. അതിൻ്റെ റീസൺ അതാണ്, 2 പ്രബല മുന്നണികൾ. പിന്നെ മൈനോറിറ്റീസിൻ്റെ കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയുടെ നമ്പർ വളരെ കൂടുതലാണ്. കേരളം ഇന്നൊരു ഹിന്ദു മെജോറിറ്റി സ്റ്റേറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായിട്ടുള്ള സെൻസസ് എടുത്തിട്ടില്ലല്ലോ. അതെടുക്കുമ്പോൾ അതിൻ്റെ കാര്യം പുറത്തു വരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള സൈക്കോളജിക്കൽ ഇതൊക്കെ റീസണാണ്. പിന്നെ RSSനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ RSS ബേസിക്കലി എണ്ണയിട്ട യന്ത്രം എന്നൊക്കെ നമുക്കങ്ങനെ പറയാമെങ്കിലും RSS സാധാരണ രീതിയിൽ RSSൻ്റെ മെഷീനറി, ഇലക്ഷൻ മെഷീനറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരൊറ്റ വർഷമുള്ളൂ. RSSൻ്റെ ഹിസ്റ്ററി, RSSൻ്റെ കൂടെ കുട്ടിക്കാലം ഒരു ഒഴുകി നടന്ന ആളെന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നടന്ന ആൾ, ഉള്ളിലും മുന്നിലും പുറകിലും ഒക്കെ ആയിട്ട് ഞാൻ നടന്നിട്ടുള്ള. അവസാനം 1977 ആ വാട്ടർഷെഡ് ഇലക്ഷൻ, എമർജൻസിയുടെ അവസാന കാലഘട്ടത്തിൽ എമർജൻസി നിലനിർത്തിക്കൊണ്ട് തന്നെ നടത്തിയ ഇലക്ഷനിൽ ഞങ്ങളൊക്കെ അന്ന് അണ്ടർഗ്രൗണ്ട് ഇരുന്നുകൊണ്ടാണ് ക്യാമ്പയിൻ കൺട്രോൾ ചെയ്തിരുന്നത്. പ്രവർത്തിക്കുന്നവരുണ്ടാവും. ഞങ്ങളിപ്പോഴുള്ള അണ്ടർഗ്രൗണ്ട് ഉള്ളവർക്ക് പുറത്തു വരാൻ ഉള്ള എന്താ പറയുക, സംഘടനയും സ്വാതന്ത്ര്യം തന്നിരുന്നില്ല, അതിനെ പിടിക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ ആ പ്രാവശ്യം ത്രൂ ഔട്ട് കൺട്രി RSS ശരിക്കും RSS മെഷീനറി ഇലക്ഷൻ മെഷീനറി ആയിട്ട് തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ പറയുന്നതാണ് ശരി. RSS മെഷീനറി വാസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ഷൻ മെഷീനറി. ബാക്കി RSSൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ബാക്കി പ്രവർത്തനങ്ങളെല്ലാം തൽക്കാലം മാറ്റി വെച്ചു. അണ്ടർഗ്രൗണ്ടിലുള്ള പ്രവർത്തനം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതിപ്പോൾ അതിൻ്റെ സന്ദർഭമില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. ജൂണിലെ വല്ല നമുക്ക് സംസാരിക്കാം, അത് എൻ്റെ അവസ്ഥയുടെ രാഷ്ട്രീയം വരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്തേ ഉള്ളൂ. പിന്നീടുള്ള ഇലക്ഷനിലെല്ലാം RSS പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ചില കടമകളുണ്ട്. കാരണം ഐഡിയോളജിക്കലായിട്ട് ബന്ധം RSSന് ബി ജെ പിയുടെ അല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം അന്നും ഇന്നും ഉണ്ട്. പക്ഷെ അതില്ലാത്തത് കൊണ്ടല്ല എന്നർത്ഥം ഈ ബി ജെ പിയോട് ജയിക്കാത്തത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസ് ആണുള്ളത്. ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ ജയിക്കാത്ത ഇപ്പോഴും ഉണ്ട്. ജയിക്കാത്തവർക്ക് എന്തിനാ ചെയ്യണേ?
ഇപ്പോൾ എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള പക്ഷേ അത്തരത്തിലുള്ള തോട്ട് പ്രോസസ്, അതായത് ഈ പ്രബല മുന്നണികൾ എന്ന് പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞതുപോലെ അതൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം എൻട്രി ചെയ്ത് മെല്ലെ 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 ഗ്രാജുവലി തന്നെയാണ് വളർന്നത്. ഒരു ദിവസത്തെ ബൂമിംഗ് അല്ല BJPക്ക് അല്ല, അതിലൊരു ഉണ്ടായിട്ടുള്ളത്. വ്യത്യാസമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ 2 മുന്നണികളുടെ ഓപ്ഷൻ അല്ല, ഉം. ഒന്നിലധികം മുന്നണികൾ വരുന്നുണ്ട്. ഇപ്പോൾ UP-യിലാണെങ്കിൽ ഒന്നിലധികം മുന്നണികളുണ്ട്. ഓക്കെ. മായാവതി ഉണ്ടാവും, ഉം. അഖിലേഷ് യാദവ് ഉണ്ടാവും, പിന്നെ ചില മുസ്ലിം സംഘടനകൾ ഉണ്ടാവും, ഉം. BJP ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, പിന്നെ അവർ ചില സമയത്ത് അവർ ഐക്യമൊക്കെ ഉണ്ടാക്കും. ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് പലപ്പോഴും പ്രാക്ടിക്കലല്ല. പല സ്ഥലത്തും അവർ കയറി മത്സരിക്കും. ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ ഒരു ആറ് കയറി ഇതിൽപ്പെട്ട ഒരു ഘടകകക്ഷി കയറി കൊടുക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ രണ്ട് പാർട്ടികളുള്ള സ്ഥലങ്ങൾ, മുന്നണികളുള്ള, ഇപ്പോൾ ഒഡീഷ നവീൻ പട്നായിക്കിൻ്റെ ജനതാദളും BJP ആണ് പ്രബല. ആ സമയത്ത് BJPക്ക് കയറാൻ പറ്റി. രാജസ്ഥാനിൽ അങ്ങനെ, രാജസ്ഥാനിൽ മറ്റു പാർട്ടികളെല്ലാം അപ്രസക്തമായിപ്പോയി. പിന്നെ പേരിന് ഇന്ത്യ സഖ്യമുണ്ട്, കോൺഗ്രസും അതുപോലെ അവിടുത്തെ ലോക്കൽ പാർട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല, പ്രബലമായിട്ട് ഇപ്പോൾ CPM ഒന്നും അവിടെ കാര്യമായിട്ടില്ലല്ലോ. ഒരാളെ മറ്റേ ജയിച്ചിട്ടുണ്ട്, അത് ഇവരെ കൂടെ നിന്ന് അങ്ങനെ ജയിച്ചത്. അതുപോലെയാണ്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിനെ വ്യത്യസ്തമാക്കുന്നതാണ്. കേരളത്തിൽ ഇതല്ല. വർഷങ്ങൾക്ക് മുമ്പേ, ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതലേ, അല്ലെങ്കിൽ 1957 ആദ്യത്തെ ഇലക്ഷൻ മുതലേ ഇടതുപക്ഷം വലതുപക്ഷം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്ന് അൺഡിവൈഡഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അൺഡിവൈഡഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വശത്തും കോൺഗ്രസ് മറുവശത്തു നിന്നുള്ള ഒരു അങ്ങനെ മുന്നണി രൂപം പ്രാപിച്ചു. കാരണം ജനസംഘം ഇവിടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചത് തന്നെ 50s നോർത്ത് ഇന്ത്യയിൽ തുടങ്ങിയ കാലത്ത് ഇവിടെ ആരംഭിച്ചില്ല. പിന്നെ 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് RSS പ്രവർത്തനം വളരെ ബാല്യാവസ്ഥയിലാണ് 50s എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ പല സ്ഥലത്തും ഒരു യൂണിറ്റ് സ്ഥാപിക്കാനാണെങ്കിൽ RSSലെ സ്വയംസേവ ഇൻട്രസ്റ്റ് എടുത്തിട്ട് യൂണിറ്റ് സ്ഥാപിക്കും. ആ യൂണിറ്റ് സ്ഥാപിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് RSSന്റെ പ്രവർത്തകർ സഹായിക്കും. ചിലർ സ്വയം അവർക്ക് പൊളിറ്റിക്സ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരതിന് പോകും. അതങ്ങനെ പോകാൻ RSS തന്നെ ഇല്ലല്ലോ. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ് നമ്മൾ നിർത്തിയ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വ്യത്യാസം വന്നു. കാരണം ജയിക്കുന്ന പാർട്ടിയാണെന്നുള്ള ധാരണ വന്നു. മറ്റേത് ഇവർക്ക് എന്തിനാ വോട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട ഒരു പോസ്റ്റാണ്, സാറും കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നത്. മൊത്തം കാവ്യാണ്, 1-2 ഒരു പച്ചയും ചുമപ്പും ഒക്കെ കാണുന്നുണ്ട്. അതായത് ഇനി ആകെ ഇത് മാത്രമേ ഉള്ളൂ പിടിക്കാൻ എന്നുള്ളതാണ് അതിൽ നിന്ന് പറയുന്നത്. അതൊരു പക്ഷേ BJP ഹാൻഡിലുകളിൽ നിന്ന് വന്നിട്ടുള്ള പോസ്റ്റ് ആയിരിക്കാം. കാരണം അതൊരു നെഗറ്റീവായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതായത് ഇത്രയും കാവി പുതച്ചു, ഇനി ഇത് കൂടിയുള്ളൂ എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം വളരെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആർജവമായുള്ള ഒരു ഗവൺമെന്റ് വന്നത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, പൂർണ്ണമായിട്ടും ഈ പറയുന്ന മുന്നണികൾ വെക്കുന്ന രാഷ്ട്രീയം തെറ്റാണ് എന്ന് പറയാൻ പറ്റും? ഈ 2 മുന്നണികളും വെക്കുന്ന രാഷ്ട്രീയം തെറ്റാണ്. കാരണം അവർ വികസനം അവരുടെ അജണ്ടയിലില്ല. അവരെ സംബന്ധിച്ച് ജയിക്കുക, എങ്ങനെ ജയിക്കണം, ഈ വർഗീയ കക്ഷികളുടെയും ഇനി രാജ്യത്തിനോട് കൂറില്ലാത്ത പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെയൊക്കെ പിന്നീട് എങ്ങനെയാണ് ജയിച്ചു വരണം. ജയിച്ചു കഴിഞ്ഞിട്ട് അഴിമതി കാണിക്കണം. അല്ല, നാട് നന്നാക്കാൻ ഈ 2 മുന്നണി മത്സരിക്കുന്നില്ല. അവർ തമ്മിലുള്ള തർക്കം പോലും വികസനം അല്ലല്ലോ. അവർ തമ്മിൽ വികസനത്തെ പറ്റി അവിടെ തർക്കിക്കുന്നത്. അവർ തർക്കിക്കുന്നത് നിങ്ങൾ RSSന്റെ കൂടെ കൂടിയില്ലെന്ന് VD സതീശൻ ചോദിക്കുമ്പോൾ പിണറായി ചോദിക്കും, നിങ്ങൾ 1977 RSSകാരനല്ലേ നിങ്ങൾക്ക് വോട്ട് പിടിച്ചു തന്നത്, അത് നിങ്ങളും RSSന്റെ ആൾക്കാരെങ്കിൽ, RSS എന്നാണ് ഉദ്ദേശിച്ചത് ജനസംഘത്തിന് വോട്ട് കൊടുത്തില്ലേ ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയും, താൻ ഗുരുജി കോളാക്കേണ്ട പടത്തിൻ്റെ പിന്നെ അവൾക്ക് കൊടുത്തില്ല എന്ന് തിരിച്ചു ചോദിക്കും. ഇത്തരത്തിലുള്ള ബാലിശമായ തർക്കങ്ങൾ അവർ തമ്മിൽ തർക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 1977 RSSന്റെ വോട്ട് കൊടുത്തില്ലേ ജനസംഘത്തിൽ പറഞ്ഞാൽ അത് തന്നെ പൊളിറ്റിക്സ് അറിയാത്ത നമ്മുടെ പാവപ്പെട്ടവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, സതീശനൊക്കെ അറിയാവുന്നിട്ടല്ല. കാരണം അന്ന് 1-to-1 ഇലക്ഷൻ ആയിരുന്നു 1977. കോൺഗ്രസ് മുന്നണി, അതിൽ CPI ആണ് അതിൽ പ്രബലമായിട്ടുള്ളൊരു കക്ഷി. അന്ന് CPI ആണ്. അന്ന് CPIക്ക് ഇതിലും ശക്തിയുണ്ട് കേട്ടോ. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ശക്തിയുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, ധാരാളം മന്ത്രിമാരുണ്ട്. കേരള മുഖ്യമന്ത്രി അന്ന് എമർജൻസി കാലത്ത്
CH മേനോനാണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ദ കൺട്രി 1-to-1 ഇലക്ഷൻ ആയിരുന്നു, പ്രോ ഇന്ദിര ആൻറ്റി ഇന്ദിര. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM എമർജൻസിയെ സപ്പോർട്ട് ചെയ്യാത്ത പാർട്ടിയാണ്. എതിർത്തു എന്നുള്ള വാക്ക് ഞാൻ പറയില്ല, എതിർത്തിട്ടില്ല. അത് ഇനി നമുക്ക് ജൂണിൽ സംസാരിക്കാം അതിനെ പറ്റിയിട്ട്. അതിൻ്റെ മുഴുവൻ ഹിസ്റ്ററി അറിയുന്ന, അതിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അതിൽ ഇൻവോൾവ് ആയ ആളാണ് ഞാൻ അന്ന് പറയാം, അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ CPM സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരന്ന് ഈ ജനസംഘ് ഗ്രൂപ്പിൻ്റെ കൂടെ അന്ന് ജനതാ പാർട്ടി, ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ് ഒക്കെ കൂടി ചേർന്ന് ലയിച്ചിട്ട് ഓൾ ഇന്ത്യ രീതിയിൽ പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ യൂണിറ്റ് ഉണ്ടായി. അപ്പോൾ അന്ന് 1-to-1 ഇലക്ഷനിലാണ് അവർ മത്സരിച്ചത്. അല്ലാതെ BJPക്ക് ജനസംഘത്തിന് വേണ്ടി CPM വർക്ക് ചെയ്യുകയോ ജനസംഘം CPM വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് ശരിയല്ല. അടിയന്തരാവസ്ഥ മാറ്റണം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത് അങ്ങനെയായിരുന്നു. പിന്നീട് ഈ മാറ്റങ്ങൾ വന്നു. നാഷണൽ പൊളിറ്റിക്സിൽ മാറ്റം വന്നു, സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ മാറ്റം വന്നു, ആ മാറ്റങ്ങൾ വന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എന്താ പറയുക, അവരെ സംബന്ധിച്ച്, ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് അവർ പൊളിറ്റിക്സ് പോലും അല്ല അവർ സംസാരിക്കുന്നത്, പോളിട്രിക്സ് ആണ്. ഇന്നിപ്പോൾ ഉള്ള പൊളിറ്റിക്സ് അല്ല, ഇപ്പോൾ ഗീത പറഞ്ഞ പോലെ പൊളിട്രിക്സ് ആണ്. പിന്നെ പ്രത്യാരോപണങ്ങൾ, അതും കഴമ്പില്ലാത്ത, ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്ത ആരോപണങ്ങളാണ് പറയുന്നത്. ഗോൾവാൾക്കറിനെ പറ്റി വിളക്ക് കൊളുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സാംസ്കാരിക പരിപാടിയിൽ ഒരു MLA വരുന്നതിൽ ഇത്ര അത്ഭുതമൊന്നും പറയാനൊന്നുമില്ല. അങ്ങനെ ധാരാളം ചെയ്യാൻ. ഇപ്പോൾ 2010 കൊല്ലത്ത് വെച്ചിട്ട് RSSൻ്റെ മഹാസംഗമം നടന്നു. കേരളത്തിൻ്റെ മുഴുവൻ സാംഘിക്, ഡോക്ടർ മോഹൻ ഭാഗവത്, RSS സർസംഘകാരൊക്കെ പങ്കെടുക്കുന്നത്. അതിൻ്റെ സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് CPM-കാരനായുള്ള മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അയാൾ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പ്രശ്നമൊക്കെ ഇയാളെ പിടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അയാൾക്ക് വരാൻ തോന്നിയല്ലോ. അപ്പോൾ ഒരു സാംസ്കാരിക ആയുള്ള ഒരു ഓഫീസ് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതാണ് ഈ അനാവശ്യമായി അൺടച്ചബിലിറ്റി എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ രണ്ട് മുന്നണികളും തമ്മിൽ ഗൗരവമുള്ളൊരു ചർച്ചയില്ല. വികസനം എന്നുള്ളൊരു സാധനം ജനങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്നുള്ള ഇതില്ല. അപ്പോൾ എത്ര നീറുന്ന ഇഷ്യൂസ് ഉണ്ട്. കുട്ടികൾ മുഴുവൻ പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തോ പോകേണ്ടി വരുന്നു. ജോലിക്കും ആൾക്കാർക്ക് കേരളത്തിൽ നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുറത്ത് പോകേണ്ടി വരുന്നു. അപ്പം അതിനൊക്കെ ഒരു വ്യത്യാസം തന്നെ. ഇവിടെ ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അല്ലാത്ത അറ്റ്മോസ്ഫിയർ. എന്തെങ്കിലും തുടങ്ങാൻ വന്നിക്കഴിഞ്ഞാൽ അയാളെ കുത്തുവാള എടുപ്പിച്ച് ഇവിടുന്ന് ഓടിച്ചു കളയും. കൊടിയും കുത്തി ആത്മഹത്യ. നമ്മുടെ ആത്മഹത്യയുള്ള കണക്ക് തന്നെ പലതും ഉണ്ടല്ലോ. എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് നിവൃത്തികേട് കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യാണ്. കുറേ പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നും എവിടെ എത്താതെ വരുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി രണ്ടുപേരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. ആ സമയത്ത് BJP മാത്രമുള്ള വികസിത് ഭാരത്. അതാണ് ഇപ്പോൾ പല കാര്യങ്ങളും ബാക്ക് ബർണറിൽ വെച്ചില്ലെങ്കിലും ഉയർത്തിക്കാട്ടുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് വലിയൊരു സീരിയസ് ഇഷ്യൂ ആണ് ശബരിമല. അതിന് ഉയർത്തിക്കാട്ടി എപ്പോഴും പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുമ്പോൾ അതും പറയും. പക്ഷേ ഏറ്റവും പ്രാധാന്യം വികസനത്തിന് കൊടുക്കുകയാണ്. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം വികസനമാണ് ഇന്നത്തെ നിലയ്ക്ക്. സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നമനം സംസ്ഥാനത്തിനുണ്ടാവണം, ജനങ്ങൾക്കും ഉണ്ടാവണം. ഇതിപ്പോൾ ആകെ എന്താ പറയുക, ലിക്കറും ലോട്ടറിയും കൊണ്ട് മാത്രം നടക്കുന്ന ഒരു ലിക്കർ ലോട്ടറി ഇക്കോണമിയാണ് സ്റ്റേറ്റിൻ്റെ ഇക്കോണമി. വേറെ ഒരു ഇൻകം ഇല്ല. പിന്നെ സെൻറ്ററിനോട് എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനിടയ്ക്ക് ഒരു ഭരണകക്ഷിയിൽ പറ്റവർ എൻ്റെ അടുത്തുള്ള സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അയാൾക്ക് അത് ഹയർ ലെവലിൽ അവിടെ നിന്നോ അയാൾ കേട്ടിട്ടാണ് എന്നോട് പറഞ്ഞത്. അയാളുടെ സ്വന്തം അഭിപ്രായമല്ല. കേരളം ഏതായാലും ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ. ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേന്ദ്രം സഹായിക്കാതെ ഒന്നും ഇരിക്കില്ലല്ലോ, സാമ്പത്തിക സഹായം തരുമല്ലോ, അത് ഞങ്ങൾക്ക് വലിയ പേടിയൊന്നുമില്ല. അത്ര ലാഘവത്തോടുകൂടിയാണ് അവർ ഈ ഒരു സ്റ്റേറ്റിനെ റൺ ചെയ്യുന്നത്. സീരിയസ് ആയിട്ട് ഇത് ഭരണം, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ സംതിങ് സീരിയസ്, സംതിങ് ഇമ്പോർട്ടൻറ്റ്, സംതിങ് സിഗ്നിഫിക്കൻറ്റ്. ഇറ്റ് ഈസ് എ എന്താ പറയുക, ഒരു എക്സിസ്റ്റൻസ് ഓഫ് ദ പീപ്പിൾ ആണ്. അതെൻ്റെ പ്രവൃത്തികൾ ഇവിടുത്തെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിനെ നല്ലത് ചെയ്താൽ അവർ ഫേവറബിളായിട്ട് അവർ അഫക്റ്റ് ചെയ്യും. മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺഫേവറബിളായിട്ട് വരും. ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ തയ്യാറല്ല. അതാണ് ഇന്നത്തെ പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക്
അവർക്ക് വികസനം വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ചർച്ചകൾ, ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടുകാർക്കും ഇല്ല. എല്ലാവരും ഈ പരസ്പര ആരോപണങ്ങളുടെ പുറകെ വിശ്വസിച്ച് അത് വീട്ടിലിരുന്ന് ചർച്ച ചെയ്യും, ഫ്രണ്ട്സിനോട് ചർച്ച ചെയ്യും. ഞാൻ സീരിയസ് ആയിട്ട് വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സുഹൃത്തുക്കൾ ഞാൻ കാണാറില്ല ഞാൻ സംസാരിക്കുന്ന സമയത്ത്.